ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലിഫൈ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈറ്റ് വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വേർഡ്സും പ്രാക്ടീസ് ചെയ്തു അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും അത് പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ബേസിക് ബ്ലെൻഡ്സ് ഇൻ ഇംഗ്ലീഷ്. യെസ്, ബ്ലെൻഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ് ബ്ലെൻഡ് എന്നുള്ളൊരു കാര്യം? എന്താണ് ഈ ബ്ലെൻഡിൻ്റെ അർത്ഥം? ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ യോജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ബ്ലെൻഡ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലെറ്റ്സ് സീ. 2 ലെറ്റേഴ്സ് കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ ബ്ലെൻഡുകൾ എന്ന് പറയുക. അപ്പോൾ ഇംഗ്ലീഷിൽ ബിഗിനിങ് ബ്ലെൻഡ്സും എൻഡിങ് ബ്ലെൻഡ്സും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ആലോചിക്കേണ്ട. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫോണിക് ബ്ലെൻഡ്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ലെറ്റേഴ്സ് യോജിപ്പിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ 2 ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ബ്ലെൻഡ്സ്. അപ്പോൾ ഒരു വേർഡിൽ ബ്ലെൻഡ്സ് ഉണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് നമുക്ക് 2 സൗണ്ട്സും കേൾക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ബി എന്നുള്ള ലെറ്ററിന് നമ്മൾ പഠിച്ചിരിക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ എന്താണ്? ബ് എന്നുള്ളതാണ് അല്ലേ? എൽ എന്നുള്ള ലെറ്ററിനോ? ൽ അല്ലെങ്കിൽ ല്. ഈ ബിയും എല്ലും ഒരുമിച്ച് ഒരു വാക്കിൽ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ബ്ല്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ബ്ല്. ഫോർ എക്സാമ്പിൾ, ബ്ലാക്ക് എന്നുള്ളൊരു വാക്ക്, അതിൽ നമ്മൾ ബ് ആൻഡ് എൽ ഒന്നിച്ച് വരുന്നത് കാണുന്നുണ്ട്. അതിനെ നമ്മൾ ബ്ല് എന്നാണ് പറയുന്നത്, ബ്ലാക്ക്. അപ്പോൾ ഇത്തരത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള അക്ഷരങ്ങളുടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ബ്ലെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കോമൺ ബ്ലെൻഡ്സ് ആണ്. ആദ്യത്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ബ്ല്, ലൈക്ക് ഇൻ ബ്ലാക്ക്. രണ്ടാമത്തത് സ്റ്റ്. സ്റ്റ് എങ്ങനെയാണ് വരുന്നത്? എസ് പ്ലസ് ടി. എസ്സിന് നമ്മൾ സ് എന്നുള്ള സൗണ്ടാണ് പറയുന്നത്. ടിക്കോ? ട്. സോ എസ് ആൻഡ് ടി, സ്റ്റ്. ലൈക്ക് ഇൻ എ വേർഡ് സ്റ്റോപ്പ്. തേർഡ് വൺ ഇസ് ച്. സി പ്ലസ് എച്ച്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ഡു വി പ്രൊനൗൺസ് എച്ച് എന്നുള്ളത് അല്ലേ? എച്ചിൻ്റെ ആ ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് ഹ് എന്നുള്ളതാണ്, അല്ലാണ്ട് എച്ച് എന്നല്ല നമ്മൾ പറയാന്ന്. അപ്പോൾ ഇവിടെ ച് എന്നുള്ള ബ്ലെൻഡിൽ സി ആൻഡ് എച്ച് വരുന്നുണ്ട്, ലൈക്ക് ഇൻ എ വേർഡ് ചിപ്പ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളുടെ 3 ബ്ലെൻഡ്സ്? ബ്ല്, സ്റ്റ് ആൻഡ് ച്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് പഠിക്കാം. വേർഡ്സ് വിത്ത് ബ്ലെൻഡ്സ് ബ്ല്, ദാറ്റ് ഈസ് ബി പ്ലസ് എൽ. വളരെ കോമൺ ആയിട്ടുള്ള വാക്കുകളാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുമായിരിക്കും. പക്ഷേ ബ്ലെൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ വാക്കുകളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ലെറ്റ്സ് സീ. ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ബ്ലോക്ക്. നൗ വേർഡ്സ് വിത്ത് ബ്ലെൻഡ്സ് സ്റ്റ്, ദാറ്റ് ഈസ് എസ് ആൻഡ് ടി. സ്റ്റോപ്പ്, സ്റ്റാർ ആൻഡ് സ്റ്റിക്ക്. ഫൈനലി വേർഡ്സ് വിത്ത് ബ്ലെൻഡ്സ് ച്. ച് മീൻസ് സി പ്ലസ് എച്ച്. ചിപ്സ്, ചിൻ ആൻഡ് ചെയർ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോണിക് ബ്ലെൻഡ്സ്. ലെറ്റ്സ് പ്രാക്ടീസ് നൗ. ആർ യു റെഡി? ചിപ്സ്, ചെയർ, ചിൻ, ബ്ലാക്ക്, ബ്ലൂ, ബ്ലോക്ക്, സ്റ്റിക്ക്, സ്റ്റോപ്പ്, സ്റ്റാർ. നിങ്ങൾക്ക് ഈ വാക്കുകൾ എത്ര തവണ വേണമെങ്കിലും വീഡിയോ പോസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്രേറ്റ് ജോബ്. അപ്പോൾ ഈ ബ്ലെൻഡുകൾ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വാക്കുകൾ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ടും പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാനായിട്ടും വളരെ ഈസി ആയിരിക്കും. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ടുഡേയ്സ് ക്ലാസ്. ടുഡേ വി ലേൺഡ് അബൌട്ട് ബേസിക് ഫോണിക് ബ്ലെൻഡ്സ്. സോ കീപ് പ്രാക്ടീസിങ്. Thanks for watching this video and I'll see you in the next class. And don't forget to subscribe this channel and let us know your thoughts in the comment box. Happy learning!